മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളും 2 ആഴ്ച പിന്നിടുമ്പോൾ ശതകോടീശ്വരന്മാരുടെയും സെലിബ്രിറ്റികളുടെയും പ്രിയപ്പെട്ട താവളമായിരുന്ന ദുബായ് ഇന്നൊരു പ്രേതനഗരത്തിന് സമാനമായി മാറിയിരിക്കുകയാണ്. ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ബോംബാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് പ്രവാസികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും നഗരം ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് വിനോദസഞ്ചാരികളുടെ പറുദീസയായിരുന്ന ദുബായിലെ ബീച്ചുകളും ആഡംബര ഹോട്ടലുകളിലെ പൂളുകളും ഇന്ന് പൂർണ്ണമായും ശൂന്യമാണ്. നികുതിരഹിത ആസ്വാദനത്തിനും സുരക്ഷിതമായ ജീവിതത്തിനും പേരുകേട്ട ദുബായിയുടെ ശ്രദ്ധാപൂർവം കെട്ടിപ്പടുത്ത പ്രതിച്ഛായ ഈ യുദ്ധഭീഷണിയോടെ തകർന്നിരിക്കുകയാണ്. മുൻപ് സഞ്ചാരികളെക്കൊണ്ട് നിറഞ്ഞുനിന്നിരുന്ന നഗരത്തിൽ പാർട്ടി അവസാനിച്ചു എന്നാണ് ഇപ്പോൾ പല നിവാസികളും വിശ്വസിക്കുന്നത്. തെരുവുകൾ വിജനമാണ്. അടുത്തിടെ വരെ ജനത്തിരക്കുണ്ടായിരുന്ന ബീച്ചുകളിൽ ഇപ്പോൾ ഒട്ടകങ്ങൾ മാത്രമാണ് കാണപ്പെടുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഓടിക്കുന്നവരെയോ നടക്കാനിറങ്ങുന്നവരെയോ പോലും കാണാത്ത അവസ്ഥയാണെന്ന്. പാം ജുമൈറയിലെ പ്രശസ്തമായ ഫെയർമോണ്ട് അടക്കമുള്ള അമ്പരചുംബികളായ കെട്ടിടങ്ങളെയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളെയും ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകളും ചാവേർ ഡ്രോണുകളും തൊടുത്തുവിട്ടതോടെ നഗരത്തിൽ നിന്നുള്ള ജനങ്ങളുടെ പലായനം അതിവേഗത്തിലായി. കഴിഞ്ഞ വെള്ളിയാഴ്ച സാമ്പത്തിക ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള കെട്ടിടങ്ങളിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിക്കുകയും സ്ഫോടനങ്ങൾ നഗരത്തെ പിടിച്ചുകുലുക്കുകയും ചെയ്തതോടെ ദുബായ് അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. അറ്റ്ലാന്റിസ് റിസോർട്ടിന് സമീപമുള്ള പ്രശസ്തമായ ജുമൈറ ബീച്ചിലെ സൗകര്യങ്ങൾ സന്ദർശകരുടെ കുറവുമൂലം അടച്ചുപൂട്ടുകയാണ്. ബീച്ച് ബാറുകളും സൺബെഡുകളും ഉപയോഗിക്കാനാളില്ലാതെ കിടക്കുന്നു. ഹോട്ടലുകളിൽ മേശകൾ സജ്ജീകരിച്ച് സംഗീതം പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും ഉപഭോക്താക്കൾ ആരും തന്നെ അവിടെ എത്തുന്നില്ല. നഗരത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണ തൊഴിലാളികൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ്. വിദേശ വിനോദസഞ്ചാരികളെ ആശ്രയിച്ചു കഴിയുന്ന ഇവരുടെ ജീവിതം നിലവിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു.